ഇന്ന് ചിക്കൻ സമൂസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം അതിൻ്റെ റെസിപ്പിയിലോട്ട് നമുക്ക് പോവാം. ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 സവാള ചെറുതാക്കി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി സവാള നന്നായിട്ട് വഴറ്റി വരുമ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനായിട്ട് ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മസാലയുടെ സ്മെല്ലൊക്കെ പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ചിക്കനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചിക്കനും മസാലയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സമൂസയിലേക്കുള്ള ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് സമൂസ ലീഫിലിട്ടിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ സമൂസ ലീഫ് ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണും മൈദപ്പൊടി, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അപ്പോൾ സമൂസയുടെ ലീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കോൺ ഷേപ്പിലാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചിക്കൻ മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അടുത്ത 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ടത് കവർ ചെയ്ത് മടക്കി കൊടുത്തിട്ട് ലാസ്റ്റ് ഭാഗം നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നു. നമ്മൾ ചിക്കൻ്റെ മസാല തീരുന്നത് വരെ നമുക്ക് എല്ലാ ലീഫിലേക്കും ഇതേപോലെ ഫില്ലിംഗ് ആക്കി കൊടുത്തിട്ട് സമൂസ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാ മസാലയും ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത ഭാഗം കൂടി വേവിച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള സമൂസകളും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സോ അല്ലെങ്കിൽ ഒരു ഇഫ്താർ ഡിഷൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് ചിക്കൻ സമൂസ. നമുക്ക് ഏത് ഫില്ലിങ് വേണമെങ്കിലും നമുക്കിതിലേക്ക് നിറക്കാം. വെജിറ്റബിളോ ബീഫോ ഫിഷോ ചിക്കനോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.